السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരും ഐക്യകണ്ഠേനെ പ്രബോധനം ചെയ്ത ഒരു വിഷയമാണ് ഗൈബിയായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകന്മാരുടെ ശരീഅത്ത് വ്യത്യസ്തമായിരുന്നു. എന്നാലും അവരുടെ ശരീഅത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥയിൽ തന്നെ ഓരോ പ്രവാചകന്മാരും തൻ്റെ സമൂഹത്തിനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ, താങ്കൾ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതായ സകല ഗൈബിയായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നൽകുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. അല്ലാഹുവിൻ്റെ അടുക്കലാണ് ഖിയാമത്ത് നാളിലെ അന്ത്യദിനത്തിൻ്റെ അറിവ്. ഗർഭാശയങ്ങളിലുള്ളത് അറിയുന്നവൻ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് എപ്പോൾ മഴ വർഷിക്കുമെന്നുള്ളത് അല്ലാഹുവിനെ അറിയുകയുള്ളൂ. ഒരു നഫ്സ് നാളെ എന്ത് പ്രവർത്തിക്കും, എവിടെ വെച്ച് മരണപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഈ 5 കാര്യങ്ങളുടെയും ഈ 5 അറിവുകളുടെയും താക്കോല് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൈബിയായ, അദൃശ്യമായ കാര്യങ്ങൾ ആരെങ്കിലും അറിയുമെന്ന് വാദിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ആ വാദിക്കുന്ന മനുഷ്യൻ അദ്ദേഹം തികച്ച വ്യാജനാണ് എന്നുള്ളതാണ്. ഒരിക്കൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദിൻ ഫഖദ് അഅ്ളമു അലല്ലാഹിൽ ഫിരിയ. ആരെങ്കിലും വാദിക്കുകയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയില്ലാതെ തൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറയുമെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ മേൽ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്തു, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ, താങ്കൾ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമായ സകല ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി കൊണ്ട് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഗൈബിയായ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളത്. എന്തിനാണ് ഖത്തീബ് ഇങ്ങനെയൊരു ആമുഖം നമ്മോട് സൂചിപ്പിച്ചത്? ഇന്നത്തെ ഖുതുബയിൽ ഖത്തീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളിൽ ഇസ്ലാമിനുള്ള നിലപാടുകളെക്കുറിച്ചും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മര്യാദകളെക്കുറിച്ചുമെല്ലാമാണ് ഖത്തീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ
ഈ ഗൈബിനെ കുറിച്ചും ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഖതീബ് നമ്മെ ഓർമ്മപ്പെടുത്തുവാനുള്ള കാരണം ഈ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങൾ കണ്ടു എന്നും അതുപോലെ തന്നെ ചില ആളുകളുടെ സ്വപ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടും ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ പല ആളുകൾക്കും അറിയാമെന്ന് വാദിക്കുന്ന ആളുകളെ നമുക്ക് നമ്മുടെ നാടുകളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖതീബ് നമ്മോട് ഗൈബിൻ്റെ പ്രാധാന്യം, ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നൊരു കാര്യം ആമുഖമായി കൊണ്ട് നമ്മോട് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വപ്നങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാട് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് പ്രയാസമുണ്ടാകുന്ന, അതുപോലെ തന്നെ പ്രയാസമോ സന്തോഷമോ ഒന്നുമില്ലാത്ത സ്വപ്നങ്ങളെല്ലാം നാം കാണാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് എന്തായിരിക്കണം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്? എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. സ്വഹാബാക്കളോട് പറയുകയാണ്, നുബുവത്തിൻ്റെ ഭാഗമായി മുബശ്ശിറാത്തുകളല്ലാതെ മറ്റൊന്നും നിലനിൽക്കുകയില്ല എന്ന്. സ്വഹാബാക്കൾ ചോദിച്ചു, അമൽ മുബശ്ശിറാത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഈ മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറുയതു സ്വാലിഹ, മുഅ്മിനീങ്ങൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ് മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുബശ്ശിറാത്തുകൾ നുബുവത്തിൻ്റെ അടയാളമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദഖ്തറബ الزمان ലം തകദ് റുയൽ മുസ്ലിമി തക്ദിബ്. ഖിയാമത്ത് നാൾ അടുക്കാറായിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വപ്നം കളവാവുകയില്ല. ശേഷം പറഞ്ഞു, റുയൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ സ്വപ്നം എന്നുള്ളത് ജുസ്ഉം മിൻ 45 ജുസ്അൻ മിനൻ നുബുവ, നുബുവത്തിൻ്റെ 45 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രവാചകരാണ് എന്നോ ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകത്വം അവസാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് അവസാനത്തെ പ്രവാചകൻ. പക്ഷേ ഒരു വിശ്വാസിയുടെ നല്ല സ്വപ്നം എന്നുള്ളത് നുബുവത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകിയത് 3 രൂപത്തിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുക എന്നാണ്. അർറുഇയ സലാസത്തുൻ, 3 രൂപത്തിലുള്ള സ്വപ്നങ്ങൾ ആളുകൾ കാണും. അർറുഇയതു സ്വാലിഹ, സ്വാലിഹത്തായിട്ടുള്ള നല്ല സ്വപ്നങ്ങൾ, അത് ബുഷ്റാ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു സന്തോഷമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ് നല്ല സ്വപ്നങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മോശപ്പെട്ട സ്വപ്നങ്ങൾ വറുഇയ തഹ്സീനും മിനശ്ശൈത്താൻ, പിശാചിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ മനസ്സിലേക്ക് നൽകുന്ന, നമ്മുടെ ഉറക്കത്തിൽ നൽകുന്ന വളരെ മോശപ്പെട്ട, നമുക്ക് പ്രയാസമുണ്ടാകുന്ന സ്വപ്നങ്ങളുമുണ്ട്. മൂന്നാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറഉയ മിമ്മാ യുഹദ്ദിസുൽ മർഉ നഫ്സഹു, മനുഷ്യൻ്റെ ചിന്തകളും കാഴ്ചകളും രൂപപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകളും അല്ലെങ്കിൽ നാം ചെയ്ത കാര്യങ്ങളുമെല്ലാം രൂപപ്പെടുത്തി വരുന്ന സ്വപ്നങ്ങളും മനുഷ്യർ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തരം സ്വപ്നം കാണുമെന്ന് പറഞ്ഞു. ഒന്ന്, നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു സ്വപ്നത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. സഹോദരങ്ങളെ, ഹദീസിൽ കാണുവാൻ സാധിക്കും, അർറുഇയത്തുൽ ഹസനതു മിനല്ലാഹ്, ഏറ്റവും നല്ല സ്വപ്നങ്ങൾ എന്നുള്ളത് അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അങ്ങനെ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നല്ല സ്വപ്നം കാണുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, ഫല്യഹ്മദില്ല, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, അൽഹംദുലില്ലാ എന്ന് അവൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ ചൊല്ലിക്കൊള്ളട്ടെ എന്ന്. രണ്ടാമതായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ റഅ അഹദുകും മിമ്മാ യുഹിബ്ബു
ഫലാ യുഹദ്ദിസു ബിഹാ ഇല്ലാ മൻ യുഹിബ്ബ്. ആരെങ്കിലും തനിക്ക് ഇഷ്ടമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന സ്വപ്നം കാണുകയാണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള ആളുകളോടല്ലാതെ ആ സ്വപ്നത്തെക്കുറിച്ച് പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ആരെയാണോ വിശ്വാസമുള്ളത്, അവരോട് മാത്രമേ നല്ല സ്വപ്നങ്ങളെക്കുറിച്ച് പറയുവാൻ പാടുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഒരിക്കലും സ്വപ്നങ്ങൾ കച്ചവടവൽക്കരിക്കാനോ അതല്ലെങ്കിൽ അത് പാടി നടക്കുവാനോ പാടില്ല എന്നുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അസൂയാലുക്കളോട്, നമ്മളോട് അസൂയയുണ്ടാകുവാൻ സാധ്യതയുള്ള ആളുകളോട് ഒരിക്കലും നല്ല സ്വപ്നത്തെക്കുറിച്ച് പറയുവാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നമുക്കറിയാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു സ്വപ്നം കാണുകയും അത് തൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൊണ്ട് പങ്കുവെക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം യാക്കൂബ് നബി തൻ്റെ മകൻക്ക് നൽകിയ വസിയത്ത് എന്താണ്? യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വാനിക്. നിന്റെ സഹോദരങ്ങൾക്ക് നീ ഒരിക്കലും നിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയരുത്. ഫയകീദു ലക കൈദ. ഒരുപക്ഷെ അവർ നിനക്കെതിരെ കുതന്ത്രങ്ങളും അസൂയയും എനയുമെന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല സ്വപ്നങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അസൂയയുണ്ടാകുവാൻ സാധ്യതയുള്ള ആളുകളോട് ഒരിക്കലും പറയുവാൻ പാടില്ല എന്ന്. ഈ മര്യാദകൾ സഹോദരങ്ങളെ നല്ല സ്വപ്നം കാണുന്ന നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ചീത്ത സ്വപ്നം, മോശപ്പെട്ട സ്വപ്നം, പേക്കിനാവ് കാണുന്ന സമയത്തും നാം ശ്രദ്ധിക്കേണ്ട മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അൽ ഹുൽമു മിനശ് ശൈത്താൻ. പേക്കിനാവ്, മോശപ്പെട്ട സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. ഇനി ആരെങ്കിലും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ഫഇദാ റഅ അഹദുകും ശൈഅൻ യക്റഅഹു. ആരെങ്കിലും തനിക്ക് ഇഷ്ടപ്പെടാത്ത, തനിക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അവൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് 3 തവണ ഊതുകയോ തുപ്പുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തുപ്പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർക്കിച്ച് തുപ്പുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ചെറിയ രൂപത്തിൽ ഉമ്മനീർ വരുന്ന രൂപത്തിൽ മാത്രം തുപ്പുക എന്ന്. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത്, അത് മോശപ്പെട്ട സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. അങ്ങനെ മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഇടത്തെ ഭാഗത്തേക്ക് അവൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ 3 തവണ ഊതുകയോ ചെറിയ രൂപത്തിൽ തുപ്പുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വയതഅവദ് മിൻ ശർരിഹാ. ആ സ്വപ്നത്തിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം ചോദിക്കണമെന്ന്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു തേട്ടം ആ സ്വപ്നം കണ്ട വ്യക്തിയിൽ നിന്നുണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. നാലാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ യുഹദ്ദിസ്ഹാ അഹദൻ. ഒരാളോടും തന്നെ താൻ കണ്ട മോശപ്പെട്ട സ്വപ്നങ്ങൾ പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ച് നൽകിയിട്ടുള്ളത്. നല്ല സ്വപ്നം തനിക്കിഷ്ടപ്പെട്ട ആളുകളോട് പറയാമെങ്കിൽ മോശപ്പെട്ട സ്വപ്നങ്ങൾ ഒരാളോടും പറയാതിരിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ മര്യാദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കൂ. നല്ല സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ ആരോടും പറയുകയില്ല. മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വലിയ പ്രയാസം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല ആളുകളോടും പറഞ്ഞു നടക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, മനസ്സിന് സമാധാനം നൽകുന്നവൻ, മനസ്സിന് ആശ്വാസം നൽകുന്നവൻ റബ്ബാണ്. അള്ളാഹുവിനോടാണ് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ആത്മാർത്ഥമായി നാം തേടേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഒരു അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇന്നി ഹലംതു അന്ന റഅസി ഖുതിഅ വഅന അത്തബിഉഹു. റസൂലേ, ഞാനൊരു സ്വപ്നം കണ്ടു, എൻ്റെ തല ഛേദിക്കപ്പെടുകയും ആ തലയെ എൻ്റെ ഉടല് പിന്തുടരുന്നതുമായ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ദേഷ്യപ്പെട്ടു.
എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ലാ തുഖ്ബിർ ബിതലഉബി ശൈത്താനി ബിക ഫിൽ മനാം, ഉറക്കത്തിൽ പിശാച് നിന്നെ കളിപ്പിക്കുന്നത് നീ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്, ഒരാളോടും പറയരുത് എന്നുള്ളൊരർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അറാബിയായ മനുഷ്യനോട് പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മര്യാദകൾ നല്ല സ്വപ്നം കാണുമ്പോഴും മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണുമ്പോഴും നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ചീത്ത സ്വപ്നം കാണാതിരിക്കുവാൻ ഖത്തീബ് ഇവിടെ ഉണർത്തിയിട്ടില്ലെങ്കിലും പണ്ഡിതന്മാർ നമുക്ക് ചില ഉപാധികൾ, ചില അതിനുള്ള സബബുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മോശപ്പെട്ട സ്വപ്നങ്ങൾ കടന്നു വരികയില്ല. രണ്ടാമതായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉറങ്ങുവാൻ കിടക്കുവാൻ പോകുന്ന സമയത്ത് വുളൂ ചെയ്തുകൊണ്ട് ഉറങ്ങുക എന്നുള്ളതാണ്. മൂന്നാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു റക്അത്തെങ്കിലും വിത്റാക്കിക്കൊണ്ട് നമസ്കരിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രയാസജനകമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലുള്ളൊരു സ്വപ്നമാണ്, ഒരു സുദീർഘമായിട്ടുള്ളൊരു ഹദീസാണ്. ഈ ഒരു സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനായിരിക്കും എന്നുള്ളൊരർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മോശപ്പെട്ട സ്വപ്നം കാണാതിരിക്കുവാൻ വുളൂ പതിവാക്കുകയും അതുപോലെ തന്നെ രാത്രി കിടക്കുവാൻ പോകുന്ന സമയത്ത് ദിക്റുകൾ വർദ്ധിപ്പിച്ച് ഒരു റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുതുബയുടെ അവസാന ഭാഗത്ത് ഖത്തീബ് നമ്മോട് സൂചിപ്പിച്ച വളരെ ഗൗരവമായൊരു വിഷയമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്, അവർ സ്വപ്നങ്ങളെ കച്ചവടവൽക്കരിക്കുകയും സ്വപ്നങ്ങളെ ദീനിൻ്റെ പ്രമാണമായി കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാടുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. ആരെങ്കിലും കണ്ട സ്വപ്നങ്ങൾ, എവിടെയെങ്കിലുമുള്ള ആളുകൾ കണ്ട സ്വപ്നങ്ങൾ അത് ദീനിൻ്റെ പ്രമാണമാണ്, അത് ദീനാണ് എന്നുള്ള രൂപത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പല സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പൂർത്തീകരിച്ച് നൽകിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടുള്ളത്. അതിനുശേഷം ആര് എന്ത് പറഞ്ഞാലും അത് ദീനിൻ്റെ പ്രമാണമല്ല എന്നുള്ളത് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഖുതുബ ശരിക്കും ഔക്കാഫിൽ നിന്നും സൗദിയിലെ മതകാര്യ വകുപ്പിൽ നിന്നും വന്നിട്ടുള്ള ഖുതുബയാണ്. ഈ ഒരു ഖുതുബയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല ആളുകളും കാണുന്ന സ്വപ്നങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണമായി കൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സൗദിയിലുള്ള പണ്ഡിതന്മാർ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ആളുകൾക്ക് ബോധവൽക്കരണം നൽകുവാനാണ് ഇന്ന് എല്ലാ മിമ്പറുകളിലും ഈ ഒരു ഖുതുബ ഖതീബുമാരോട് ഓർമ്മപ്പെടുത്തുവാൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആളുകളെ പൗരോഹിത്യം ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പല രാത്രികളിലും പ്രഭാതങ്ങളിലും പല ആളുകളും കാണുന്ന സ്വപ്നങ്ങളാണ് ഇന്ന് ദീനിൻ്റെ പ്രമാണമായിക്കൊണ്ട് ഈ ആളുകൾ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൻ്റെ പ്രമാണം അത് വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള വ്യാജ സ്വപ്നങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.